Separating using more than one method. So, nammal stir it well. Then, what happens? The sugar will dissolve in the water. നമ്മൾ സ്റ്റെയർ ചെയ്ത് കഴിഞ്ഞാൽ sugar അതിനകത്ത് dissolved ആയിരുന്നു. പിന്നെ നമുക്ക് കാണാൻ പറ്റില്ല. And taste that water. How the water will be? It will be sweety. അതിന് sweet ആയിരിക്കും അല്ലേ? മധുരമായിരിക്കും. Okay. The sugar is added to the water, dissolved in the water. When a substance dissolves in a liquid, it breaks up into individual molecules. These molecules spread out in between the molecules of the liquid. That is why the water tastes sweeter. Why that water tastes sweet? എന്തുകൊണ്ടാണ് വെള്ളത്തിന് സ്വീറ്റ് ആകുന്നത് നമ്മൾ ഷുഗർ ഇട്ട് മിക്സ് ചെയ്യുമ്പോൾ? Because the molecules of that sugar will be free. It will be separated from one another. ഒന്നിൽ നിന്നും ഒന്ന് സെപ്പറേറ്റ് ആയിട്ടുണ്ടാവും. കാരണം അത് ഒട്ടിപ്പിടിച്ചിരിക്കുമ്പോൾ എല്ലാം കൂടെ മോളിക്യൂൾസ് ഒറ്റ ഇതിലായിരിക്കും അല്ലെ, ടൈറ്റ്ലി പാക്ഡ് ആയിരിക്കും. But when it is dissolved in the water, what happens? All molecules, each molecules will be separated from one by one. ഒന്നിൽ നിന്ന് ഒന്നൊന്നായിട്ട് സെപ്പറേറ്റ് ആയിട്ടുണ്ടാകും. So ആ വെള്ളത്തിൽ മൊത്തം സ്പ്രെഡ് ആയിട്ടുണ്ടാകും. We know that you have studied that in liquids the molecules are arranged very loosely. അങ്ങനെ പഠിച്ചല്ലേ നമ്മള്, വെള്ളത്തില് മോളിക്യൂൾസ് വളരെ ലൂസ് ആയിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഇട്ട ഷുഗറിന്റെ മോളിക്യൂൾസ്, അതായത് ഷുഗറിൽ ഉണ്ടായിരുന്ന മോളിക്യൂൾസ് ടൈറ്റ്ലി അറേഞ്ച്ഡ് ആയിരുന്നു. ബട്ട് when it dissolves in the water, what happens? It is loosely arranged in the water. വെള്ളത്തിലേക്ക് ആകുമ്പോഴത്തേക്ക് അത് ഓരോന്നോരോന്ന് സെപ്പറേറ്റ് ആകും. സോ അതിന്റെ ആ മോളിക്യൂൾസ് എല്ലാത്തും സ്പ്രെഡ് ആകുമ്പോഴാണ് ആ വെള്ളത്തിന് പിന്നെ സ്വീറ്റ്നെസ് വരുന്നത്. നമുക്കറിയാം, if you put anything in the liquids and stir it, it will spread the whole into the whole water in the same level. ഒരേ ലെവലിൽ വെള്ളത്തിൽ, ഇപ്പൊ നമ്മൾ വെള്ളത്തിലേക്ക് സോൾട്ടോ അല്ലെങ്കിൽ സ്വീറ്റോ എന്തെങ്കിലും ഇട്ടിട്ട് നമ്മൾ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ആ വെള്ളത്തിന്റെ ഏത് ഭാഗത്തുനിന്ന്, ഗ്ലാസിന്റെ ബോട്ടം പാർട്ടിൽ നിന്നോ ടോപ്പ് പാർട്ടിൽ നിന്നോ എവിടുന്ന് വെള്ളം എടുത്താലും എന്തായിരിക്കും? ഒരേ ടേസ്റ്റ് തന്നെ ആയിരിക്കും അല്ലെ. ബട്ട് സോളിഡിൽ അങ്ങനെയല്ല. നമ്മളിപ്പം ഉപ്പോ സോൾട്ടോ സ്വീറ്റോ എന്തെങ്കിലും ആഡ് ചെയ്തിട്ട് if you don't mix it properly, the taste of that food will be different. അതായത് വെള്ളത്തിൽ, ഞാൻ പറഞ്ഞത് വെള്ളത്തിൽ നമ്മൾ പഞ്ചസാരയോ ഉപ്പോ ഇട്ടിട്ട് മിക്സ് ചെയ്ത് എന്തിട്ടിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ആ വെള്ളം ഏത് ഗ്ലാസിന്റെ ഏത് ഭാഗത്തല്ല ബക്കറ്റിന്റെ ഏത് ഭാഗത്തുനിന്ന് വെള്ളം എടുത്താലും ഒരേ ടേസ്റ്റ് തന്നെ ആയിരിക്കും. മൊത്തം വെള്ളത്തിന് ഒരേ ടേസ്റ്റ് ആയിരിക്കും. ബട്ട് സോളിഡ് ആയിട്ടുള്ള സപ്പോസ് നമ്മൾ റൈസ് എടുക്കാം, ചോറിനകത്ത് നിങ്ങൾ ഉപ്പിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ചില ഭാഗത്ത് ഉപ്പ് കൂടുതലുണ്ടാകും. ഇൻ സം പാർട്ട് there will be very less salty and all. Will not be. But if you mix it properly, it will spread everywhere in equal way. But if you don't mix, what will happen? Here and there, saltiness will be there more, and in some places there will be less saltiness. Understand? അവിടെ എവിടെയും കുറച്ച് ഭാഗത്തൊക്കെ ആയിട്ട് ഉപ്പ് കൂടിയും കുറഞ്ഞൊക്കെ ആയിട്ടിരിക്കും സോളിഡിലാണ്. ബട്ട് ഇൻ ലിക്വിഡ് the molecules will be arranged freely. ആ മോളിക്യൂൾസ് സെപ്പറേറ്റ് ആകുന്നതുകൊണ്ട് അവിടെ എവിടെയും പോയിട്ടിരിക്കാതെ മൊത്തത്തിൽ അത് സ്പ്രെഡ് ആകും. അതുകൊണ്ട് ഒരേ ടേസ്റ്റ് വരും. That is why the water taste is sweeter. Since the individual molecules are too small to be seen, the sugar seems to disappear in the water. The sugar and water together formed a solution of sugar water. Now, the sugar that we added into the glass and water, both together will make together it will be formed as a solution. That is solution. Lemon juice lemon first we will take water and then we will add sugar, then we will add the lemon. We will squeeze and add the lemon juice. Isn't it? You all have, I hope that you all know to make lemon juice. എല്ലാവർക്കും lemon juice ഉണ്ടാക്കാൻ അറിയാമെന്ന് എനിക്ക് തോന്നുന്നു അല്ലേ? How many of you know to make lemon juice? Okay, everybody knows. And Harmanda, please unmute and say. Let me say. How to make lemon juice? ആദ്യം നമ്മൾ ഒരു കപ്പില്
വേഗം പറമുത്തേ. കേൾക്കുന്നില്ലല്ലോടാ സൗണ്ട്. ആദ്യം നമ്മൾ ഒരു കപ്പിൽ വെള്ളം എടുത്തിട്ട് നമ്മൾ ഒരു കപ്പിൽ വെള്ളം എടുക്കണം. അതില് ലെമൺ പിഴിഞ്ഞൊഴിക്കണം. ഓക്കെ. ഇഷ്ടമില്ല പഞ്ചസാര ഇട്ട് ഇളക്കണം. ലെമൺ പിഴിഞ്ഞൊഴിച്ചാൽ മാത്രം മതി. ലെമൺ ജ്യൂസ് ആയോ? Will it be tasty? അത് ടേസ്റ്റി ആയിരിക്കോ? ലെമൺ ഒരു കപ്പ് വെള്ളത്തിനകത്ത് ലെമൺ പിഴിഞ്ഞൊഴിച്ച് കഴിഞ്ഞാൽ ലെമൺ ജ്യൂസ് ആയെന്ന് പറയുന്നത് അത് ടേസ്റ്റി ആയിരിക്കോ? അവിടെ ജീവ ഇസ് റെഡി ടു മേക്ക് ലെമൺ ജ്യൂസ്. പ്ലീസ് അൺമ്യൂട്ട്. ജീവ പോയ അപ്പോഴേക്കും ഇന്ത്യ എന്റെ ജീവ. ഓക്കെ. ജീവിക്ക് ലെമൺ ജ്യൂസ് ഉണ്ടാക്കാൻ അറിയാവോ? Please tell me how to make lemon juice. Don't know since. Okay, Halima, do you know how to make lemon juice? Ayyo. Okay, tell me. Please unmute and say. ഒന്ന് വേഗം നാട്ടെ. നാരങ്ങ മേടിക്കാൻ കടയിൽ പോകുന്നതേ ഉള്ളൂ തോന്നുന്നു. വേഗം നാട്ടെ, ഫാസ്റ്റ്. Say a little more loudly, please. കുറച്ചും കൂടെ ഒച്ചത്തി പറ മുത്തേ, കേൾക്കുന്നില്ലടാ. ഹലിമ. എന്റെ ദൈവമേ, പോയിട്ടുള്ളൂ. ഇനി നാരകം മുളച്ച് അതിൽ കായ്ച്ച് എന്നിട്ട് പിന്നെ പറിച്ചോണ്ട് വന്നിട്ട് വേണം ഇനി ലെമൺ ജ്യൂസ് ഉണ്ടാക്കാൻ. സ്പീഡപ്പ്. ഹലീമ ഉണ്ടാക്കാൻ. ഓക്കെ. ആദ്യം ഡു യു നോ ടു മേക്ക് ലെമൺ ജ്യൂസ്? സ്പീഡിലി ആക്കണേ. നിങ്ങൾക്ക് വേഗം വേണം ലെമൺ ജ്യൂസ്. ആദ്യ പ്ലീസ്. നാരങ്ങ എടുക്കുക, എന്നിട്ട് വെള്ളം ഒഴിച്ചിട്ട് അതിനകത്ത് പിന്നെ നാരങ്ങ അല്ല, ഒരു പാത്രം എടുത്തിട്ട് അതിനകത്ത് വെള്ളം ഒഴിച്ച ശേഷം ഇച്ചിരി ഒരു നാരങ്ങ എടുത്തിട്ട് പിഴിയുക. എന്നിട്ട് അതിനകത്ത് ഇച്ചിരി പഞ്ചസാര അല്ലെങ്കിൽ ഉപ്പ് ഇട്ടിട്ട് കലക്കുക. ഓക്കെ, ഒരു ലെമൺ ജ്യൂസ് റെഡിയാ. ജോയൽ, how do you make a lemon juice? Fastly. ഒരു കപ്പ് വെള്ളം എടുത്തിട്ട് അതിലോട്ട് നാരങ്ങ പിഴിഞ്ഞൊഴിക്കണം. എന്നിട്ട് ഉപ്പും പഞ്ചസാര ഇട്ട് ഇളക്കണം. മുഹമ്മദ് ഷാനിഫ്, how do you make lemon juice at home? You know to make egg omelette ഉണ്ടല്ലോ. Now how do you make? ഒരു കപ്പില് വെള്ളം എടുക്കുക, എന്നിട്ട് നാരങ്ങ പിഴിയുക, എന്നിട്ട് പഞ്ചസാര ഇട്ട് കലക്കുക. Avan, how is yours? അവന്റെ വീഡിയോ ഓഫ് ആക്കി അവൻ നാരങ്ങ മേടിക്കാൻ പോയി. ഓക്കെ, ജസ്റ്റിസ് ഇല്ല. ശ്രീവിഷ്ണു, എന്റെ ഹെവനെ, നീ നാരങ്ങ മേടിക്കാൻ പോയതെന്ന് ഞാൻ വിചാരിച്ചു. വെൻ യു സ്വിച്ച് ഓഫ് യുവർ വീഡിയോ. ശ്രീവിഷ്ണു, നിജാദ്, ഇവിടെ ആരും ലെമൺ ഉണ്ടാക്കിയല്ല. ഓക്കെ, ശരി. ആരാമൽ, ഹൗ ഡു യു മേക്ക്? ആദ്യം ഒരു കപ്പില് തണുത്തുള്ള എടുക്കും. അതിനകത്ത് ഒരു നാരങ്ങന്റെ ഒരു കഷ്ണം ഓക്കെ, വെറൈറ്റി ഒന്നുമില്ല. ഇവിടെ കഴിഞ്ഞ ദിവസം ആരൊക്കെ ഇഞ്ചി ഇടുന്നു മഞ്ഞൾ ഇടുന്നൊക്കെ പറയുന്നതായിട്ടായിരുന്നു. ഓക്കെ, ഇന്നിപ്പോ ആരും ഇഞ്ചി ഒന്നും ഇടുന്നില്ല. എനിവേ, നിങ്ങൾ പറഞ്ഞത് കറക്റ്റ് ആണ്. ചിലർ പിന്നെ കുറച്ച് ഇഞ്ചിയോ അങ്ങനെയൊക്കെ അന്നേരം വേണമെങ്കിൽ ഇഫ് യു ലൈക്ക് യു ക്യാൻ ആഡ്. അതർവൈസ് സെയിം മെത്തേഡ് only, taking water in one cup and then we will squeeze the lemon. We will add sugar and salt. We'll stir it well and then we will drink it, isn't it? Okay, so this is known as a lemon solution. അതിന് നമ്മൾ ലെമൺ ജ്യൂസ് എന്ന് പറയില്ല, സൊല്യൂഷൻ എന്നാണ് പറയുന്നത്. ഒന്നിൽ കൂടുതൽ തിങ്സ് മിക്സ് ആകുമ്പോൾ അതിനെ നമ്മൾ ലിക്വിഡിൽ എങ്ങനെ മിക്സ് ആകുമ്പോൾ നമ്മൾ ഒരു സൊല്യൂഷൻ എന്ന് പറയും. ഓക്കെ, so the sugar and water will make it a solution, and the solution of sugar in water. Okay, formed. Next, the water here is called solvent. The sugar is the substance that dissolves in water is called solute. A solvent and a solute together form the solution. Now see, the water which is a solvent. Solvent means
the thing, the liquid which is helpful to solve a thing in it is known as a solvent. അതായത് വെള്ളത്തിൽ അലിയുന്ന ഏതെങ്കിലും വസ്തുക്കൾ വെള്ളത്തിൽ അലിഞ്ഞാൽ അലിയിപ്പിക്കുന്ന വസ്തുവിനെയാണ് നമ്മള് സോൾവെന്റ് എന്ന് പറയുന്നത്. അതിനെന്തോ മലയാളത്തിൽ പറയും? സോൾവെന്റ് എന്ന് പറഞ്ഞാൽ വെള്ളത്തിനെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഏതെങ്കിലും വസ്തുവിനെ അതിലേക്ക് അലിയിപ്പിക്കുന്നതിന്, അലിയിക്കാൻ. നമ്മളിപ്പം ഗസ്റ്റ് ഗോസ്റ്റ് എന്നൊക്കെ പറയല്ലേ, അതിഥി ആതിഥേയൻ എന്നൊക്കെ പറയല്ലേ, ലൈക്ക് ദാറ്റ് വേ. ഇപ്പൊ നമ്മുടെ വീട്ടിൽ ഒരാള് വിരുന്ന് വന്നാൽ അവരെ നമ്മൾ അതിഥി എന്ന് പറയും. അവർക്ക് ആതിഥ്യം കൊടുക്കുന്ന ആളെ നമ്മള് ആതിഥേയൻ എന്ന് പറയും അല്ലെ. സെയിം വേ ഇവിടെ if a thing is solvent in anything, that is known as സോൾവെന്റ്. അതായത് ഒരു വസ്തുവിനെ അലിയിപ്പിക്കുന്ന സാധനത്തെയാണ്. അത് വെള്ളത്തിന് എല്ലാ വസ്തുക്കളും ഇപ്പൊ എല്ലാത്തിലും അലിയിക്കില്ല. ഇപ്പൊ വാട്ടറിൽ സോൾട്ട് അലിയും അല്ലെ. അപ്പം സോ വാട്ടർ ഈസ് നോൺ ആസ് എ സോൾവെന്റ്. ഇനി വാട്ടറിൽ അലിയുന്ന വസ്തുക്കളെ, സോൾവ് ആകുന്ന വസ്തുക്കളെ നമ്മൾ പറയുന്നത് സൊല്യൂട്ട് എന്ന് പറയുന്നത്. അലിയുന്ന വസ്തുക്കളെ ലൈക്ക് ഷുഗർ, സോൾട്ട്, these things are soluble. So the thing which is soluble in water is known as a solute. So a solvent and a solute together form the solution. ഈ സോൾവെന്റും സൊല്യൂട്ടും കൂടെ ചേരുമ്പോഴാണ് സൊല്യൂഷൻ ഉണ്ടാകുന്നത്. സപ്പോസ് if I put a stone into water, will there be any solution? If I put a stone into, otherwise if I put this book, if I put into the water, will there be any solution? Water is there, this book is there. Will there be any solution? No solution. Water will be, we can separate it very easily. We can take it fastly, isn't it? It does not dissolve in the water. വെള്ളത്തിൽ അത് അലിഞ്ഞു ചേരുവോ? ഇല്ല. But instead of that, if I add some sugar or some salt, what will happen? എന്ത് സംഭവിക്കും? The sugar or the salt which I have added into the water will be dissolved in that. അതില് ഡിസോൾവ് ആയിട്ടുണ്ടാകും അല്ലെ. അപ്പൊ അങ്ങനെ ഡിസോൾവ് ആയി കഴിയുമ്പോൾ അതിനെ നമ്മൾ പറയുന്ന പേരാണ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. അത് മിക്സ് ആയി ഇപ്പം sugar or salt which I have added with that is dissolved in that, then it is known as അതിനെന്താ പിന്നെ പറയുന്ന പേര് സൊല്യൂഷൻ എന്ന് പറയുന്നത്. മിക്സ് ആയിട്ടുള്ള സാധനത്തിന് പറയുന്ന പേരാണ് സൊല്യൂഷൻ. So did you understand what is did you understand what is solvent, what is solute and what is solution? മനസ്സിലായ? സോൾവെന്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന്? ഏതെങ്കിലും വസ്തുവിനെ അലിയിപ്പിക്കുന്ന ലിക്വിഡ്സിനാണ് നമ്മൾ എന്ത് പറയുന്നത്? സോൾവെന്റ് എന്ന് പറയുന്നത്. ഇനി അലിയുന്ന വസ്തുവിനെ നമ്മൾ, അതിലേക്ക് അലിഞ്ഞു ചേർന്ന വസ്തുവിനെ നമ്മൾ സൊല്യൂട്ട് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ salt and sugar. Understand? Then ഇനി ഈ സോൾവെന്റും സൊല്യൂട്ടും കൂടെ ചേർന്നിട്ടുണ്ടാകുന്ന വസ്തുവാണ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. Now see here, water is solvent, sugar is solute, and sugar water is solution. മനസ്സിലായോ? Okay, water can dissolve a large number of substances in it. That is therefore called a universal solvent. വെള്ളത്തിൽ കുറേ വസ്തുവിനെ വെള്ളത്തിന് അതിലേക്ക് സോൾവ് ചെയ്യാൻ പറ്റും, അതിലെ ഡിസോൾവ് ചെയ്യാൻ പറ്റും, വെള്ളത്തിലേക്ക് അലിയിക്കാൻ പറ്റും. അതുകൊണ്ട് വാട്ടർ ഈസ് നോൺ ആസ് എ യൂണിവേഴ്സൽ സോൾവെന്റ്. മീൻസ് സോ മെനി തിങ്സ് ക്യാൻ ബി സോൾവ്ഡ് ഇൻ ദ വാട്ടർ. വെള്ളത്തിൽ സോൾവ് ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് അതിന് നമ്മൾ പറയുന്ന, വെള്ളത്തിന് പറയുന്ന പേരാണ് യൂണിവേഴ്സൽ solvent. Some substances such as food or sand do not dissolve in water. Others such as sugar or salt dissolve readily in water. എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മളിപ്പോ സോളിഡ് ആയിട്ടുള്ള എല്ലാ വസ്തുക്കളും വെള്ളത്തിലേക്ക് ഡിസോൾവ് ആകുമോ? ഇല്ല. എന്തോ തപ്പി നടത്തുന്നു ആയിരിക്കുന്നതാണോ? എന്തെല്ലാം ഉണ്ടോ ഇന്നത്തെ? ഓക്കെ, നമുക്കറിയാം
All does all solid is solvent in water? വെള്ളത്തിൽ അലിയോ? എല്ലാ സോളിഡ് ആയിട്ടുള്ള വസ്തുക്കളെല്ലാം വെള്ളത്തിൽ അലിയോ? ഇല്ല. ബട്ട് സം വിൽ ലൈക്ക് സോൾട്ട്, ഷുഗർ, ഇതൊക്കെ സോളിഡ് ആണെങ്കിൽ പോലും വെള്ളത്തിലേക്ക് ഇട്ട് വേഗം അത് അലിഞ്ഞു ചേരും അല്ലെ? പക്ഷെ വുഡൻ പീസ്, യുവർ പെന്ന്, പെൻസില്, യുവർ മൊബൈല്, ദെൻ വാട്ട് ഇസ് സോ മെനി തിങ്സ്, ദിസ് ഗ്ലാസ് ആൻഡ് ഓൾ, ഇതൊക്കെ വെള്ളത്തിൽ അലിയുന്ന സാധനമാണ്. വെള്ളത്തിട്ട് അതുപോലെ തന്നെ നമുക്ക് എടുക്കാൻ പറ്റും അല്ലെ? ഇറ്റ് ഡസ് നോട്ട് ഡിസോൾവ് ഇൻ ദ വാട്ടർ. ബട്ട് മെനി തിങ്സ് വിൽ വാട്ട് ഇസ് ദാറ്റ് ആതിര? Something you have taken? Okay. So some things will be dissolved in the water. Nimisha, Miss. So some substances such as wood or sand do not dissolve in water. Others such as sugar or salt dissolve readily in water. If you take and put some rice and all, rice, ari, ningal vellathilitte, will it dissolve in water? വെള്ളത്തിൽ സോൾവ് ആകുമോ? അത് അലിഞ്ഞു ചേരുവോ? ഇല്ല, ഇല്ല, അത് അങ്ങനെ തന്നെ കിടക്കും. നിങ്ങളുടെ വീട്ടില് ദോശയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിട്ട് അമ്മ അരി വെള്ളത്തിൽ ഇരുന്ന് കണ്ടിട്ടുണ്ടോ? ഹാവ് യു എവർ സീൻ? അടുക്കളയിലൊന്നും കേറിയിട്ടില്ലോ, അങ്ങനത്തെ കാര്യങ്ങളൊന്നും അറിയത്തില്ല അല്ലെ? ദോശയോ പിന്നെന്താ പറയണ്ട, ഇഡ്ഡലിയൊക്കെ ആക്കാൻ വേണ്ടി അമ്മ നേരത്തെ തന്നെ അരി വെള്ളത്തിലിടും. ഫോർ വാഷ് ഈസ് പുട്ടിങ്, അത് ഡിസോൾവ് ആകുന്നത് കൊണ്ടാണോ വെള്ളത്തിലിടുന്നത്? വെള്ളത്തിൽ അത് സോൾവ് ആകുമോ? ഇല്ല, ഡിസോൾവ് ആവത്തില്ല. കാരണം എന്താണ്? അത് സോളിഡ് തിങ്, it will not dissolve in the water, but she will put it in the water. Why? വെള്ളത്തിൽ ഡിസോൾവ് ആവില്ല, പക്ഷെ അമ്മ അത് വെള്ളത്തിലിടും. എന്തിനാ ഇടുന്നത് അറിയാവോ? ആർക്കെങ്കിലും അറിയാമോ? How many any of you know? Heaven, are you stuck or alive? ചോദ്യം ചോദിച്ചേ. നിങ്ങളുടെ വീട്ടില് അരിയില്ല, അരി, റൈസ്, അമ്മ ദോശ ഉണ്ടാക്കാൻ വേണ്ടിട്ടൊക്കെ വെള്ളത്തിൽ ഇടാറുണ്ട്. കണ്ടിട്ടുണ്ടോ അങ്ങനെ എപ്പോഴെങ്കിലും? ഹരിനന്ദ് ഹസീന്, Joel, have you seen that? Jeeva has seen, Joel has seen, okay, Afros, Heaven and all has seen, okay, good. See, my question is, okay, see, see rice, you might have seen your mothers having put the rice into water to be soaked. Will it dissolve in the water? I am asking. No, you said that it will not dissolve in the water. After few hours, 3 or 4, 5 hours, your mother will take it back. Then she knows that it does not dissolve in the water. Then why should she put it in the water for hours? I am asking. To be softened, isn't it? You know that dry rice is hard, but if you put in the water and make it be soft, it will be soft. കുതിർത്ത് വെച്ച് കഴിഞ്ഞാൽ അതെന്താകുന്നു? സോഫ്റ്റ് ആകുന്നു. I hope that you might have seen your mothers are making grams curry. കടല കറി വെക്കാറുണ്ടോ നിങ്ങളുടെ വീട്ടില്? Or beans, pulses, പയർ, അങ്ങനെ ചെറുപയർ, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ, ബംഗാൾ ഗ്രാമൻ്റെ അതൊക്കെ നിങ്ങളുടെ അമ്മ വെള്ളത്തിലിട്ട് കറി വെക്കാറുണ്ട് അല്ലേ? സോ കറി ഉണ്ടാക്കാൻ വേണ്ടി അമ്മ ആദ്യം എന്ത് ചെയ്യും? ഫസ്റ്റ് ഷീ വിൽ പുട്ട് ഇറ്റ് ഇൻ ദ വാട്ടർ ടു ബി സോഫ്റ്റ്. കുതിർത്ത് വെക്കും കുറെ സമയം, കുറെ അവേഴ്സ്. If she want to make it curry tomorrow, today evening, night, she may put it in the water and she will keep it to be soft. അത് സോഫ്റ്റ് ആകാൻ വേണ്ടിട്ട് വെക്കും. നാളെ രാവിലെ ആകുമ്പോഴത്തേനും എന്താകും? It will be soft. അത് കുതിർന്നിട്ടുണ്ടാകും. അതിന്റെ outer skin and all will be soft. പുറംതൊലിയൊക്കെ ഹാർഡ് ആയിട്ടിരിക്കും. ഡ്രൈ ആയിട്ടുള്ള സാധനങ്ങളെല്ലാം അതെന്താണ്? ഹാർഡ് ആയിരിക്കും. സോ അത് കുക്കിങ്ങിന് it will take a lot of time to cook. So if it is soft, it will take only very less time to be cooked. So that only. So even this rice also, if we put it in the water, it will be soft and it will we will get a soft dosa and all, idli and all. Otherwise it will be very hard.
and we don't like to eat hard food, isn't it? If your breakfast is hard dosa or idli, would you like to have eat that? No, if it is soft, you like to eat, isn't it? Okay. Now see, some substance will dissolve in the water and some will not be dissolved in the water. But almost all the things will be dissolved. The water can dissolve many things. So it is known as a universal solvent. During the formation of a solution, the molecules of the solute or solvent remain the same. It is easy to get back both in their original forms from the solution. You have already seen that the salt can be obtained from the solution of salt and water by heating till the water evaporates. And the water can be obtained by condensing the water vapor formed. And we know that if a solution, if a thing is mixed with water and salt in the water, each one's molecules will remain separately. അതായത് വാട്ടറിനകത്ത് നമ്മള് ഷുഗർ മിക്സ് ചെയ്താല് നമുക്കറിയാം അതിനകത്ത് മിക്സ് ആയി കഴിഞ്ഞു, നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റത്തില്ല അല്ലെ? ബട്ട് വി ക്യാൻ സെപ്പറേറ്റ് ഇറ്റ്. അതായത് ഷുഗറിന്റെ മോളിക്യൂൾസ് സെപ്പറേറ്റ് ആയിട്ട് തന്നെ വാട്ടറിൽ ഉണ്ടാകും, വാട്ടറിന്റെ മോളിക്യൂൾസും സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഉണ്ടാകും. അണ്ടർസ്റ്റാൻഡ്? മനസ്സിലായോ? നിങ്ങള് ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ നിങ്ങൾ ജ്യൂസ് കടയിലൊക്കെ ഈ ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടി ഷുഗർ അവര് ഫസ്റ്റ് ഡേവില് അതിന്റെ ഒരു സൊല്യൂഷൻ ആക്കി വെച്ചിട്ടുണ്ടാകും. നിങ്ങൾ കണ്ടിട്ടുണ്ടാകും അല്ലെ? ബേക്കറിയിലോ അല്ലെങ്കിൽ കടയിലൊക്കെ നിങ്ങൾ അങ്ങനെ കണ്ടിട്ടുണ്ടാകും. അതായത് ഫസ്റ്റ് നാളെ ഇപ്പൊ ജ്യൂസ് ആക്കണം എന്നറിയില്ല, ഓരോ തവണയും ഷുഗർ ആഡ് ചെയ്യാതെ അവര് ഫസ്റ്റ് അവര് നേരത്തെ തന്നെ ലോഷൻ ആക്കി വെക്കും. ഷുഗർ വെള്ളത്തിലേക്ക് ആഡ് ചെയ്തിട്ട് അത് ചൂടാക്കി അതൊന്ന് ഒരു കുറുകിയ പോലെ ഇരിക്കും. ഫസ്റ്റ് നമ്മളിപ്പോ ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് അല്ലെങ്കിൽ ഒരു കപ്പ് വെള്ളം എടുത്തിട്ട് അതിൽ നമ്മൾ ഷുഗർ ആഡ് ചെയ്തത് സാധാരണ അത് ലോഷൻ ആയിരിക്കും അല്ലെ? അപ്പം അതിനകത്തോട്ട് നമ്മൾ കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി ചൂടാക്കിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ അത് കുറുകി വരും, ടൈറ്റ് ആയിട്ട് വരും. ടൈറ്റ് മീൻസ് കമ്പയർഡ് ടു വാട്ടർ ഈസ് വെരി ലൂസ്, isn't it? So compared to water it will be very loose. Okay, 1 second. Okay. So, ഇതിനകത്ത് ഇപ്പൊ നമ്മൾ പറഞ്ഞ ഷുഗർ ഇട്ടിട്ട് നമ്മൾ വെള്ളം മിക്സ് ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തെ മോളിക്യൂൾസ് അങ്ങനെ തന്നെ സെപ്പറേറ്റ് തന്നെ ആയിരിക്കും. Molecule of sugar will be separated, molecules of water will be separated, and this we can separate it. പക്ഷെ വെള്ളത്തിൽ മിക്സ് ആയി കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ മോളിക്യൂൾസ് we cannot see, isn't it? പക്ഷെ നമുക്ക് ഇതിനകത്ത് മിക്സ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ സെപ്പറേറ്റ് ചെയ്യാൻ നമ്മൾ പഠിച്ചത്? We can separate it by boiling and all. നമ്മൾ ഇന്നലെ പഠിച്ചു വെള്ളത്തിന് ആ വെള്ളം നമ്മൾ ചൂടാക്കി അവസാനം it will evaporate and water will be over, then the salt will be left back. Sugar also will be like that way. നമ്മൾ അത് ചൂടാക്കി ആ വെള്ളം it will evaporate, then the sugar will be left back in the vessel. അതിനകത്ത് തന്നെ ബാക്കി കിടപ്പുണ്ടാകും. പക്ഷെ അത് it will not be tasty and all. Sugar will be tasty, but ഈ ഷുഗർ അല്ല, salt will be tasty. ഷുഗർ നമ്മൾ ചൂടാക്കി അത് സെപ്പറേറ്റ് ആക്കി കഴിഞ്ഞാൽ വെള്ളത്തിൽ നിന്ന് വീണ്ടും വറ്റിച്ചു കഴിഞ്ഞാൽ ആ ഷുഗർ അത്ര വലിയ ടേസ്റ്റ് ഒന്നുമില്ല. അതൊരു കറുത്ത ഇതുപോലെയാകും. നിങ്ങളൊരു ലേശം പഞ്ചസാര ഇട്ടിട്ട് ലേശം വെള്ളം ചൂടാക്കി നോക്കുക. വെള്ളം പറ്റിക്കണം, പക്ഷെ അന്നേരം പാത്രം കരിഞ്ഞു പോയെന്ന് പറഞ്ഞാൽ അമ്മയുടെ തല്ലുന്നതിന് മുന്നേ രക്ഷപ്പെട്ടോണം കേട്ടോ. ഓക്കെ, പക്ഷെ എക്സ്പെരിമെന്റ്സ് ഒക്കെ ഉണ്ട്. ഈ എക്സ്പെരിമെന്റ്സ് ഒക്കെ ചെയ്യുമ്പോൾ ഇതൊക്കെ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ എന്താ ഗുണം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാം. പക്ഷെ അമ്മമാർ സമ്മതിക്കത്തില്ല. കാരണം എന്താണെന്നറിയാവോ? പാത്രമൊക്കെ കരിഞ്ഞു പോകും, കുറെ സാധനങ്ങളൊക്കെ നിങ്ങൾ നശിപ്പിച്ചു വെക്കും എന്നൊക്കെ പറഞ്ഞ് വടിയെടുത്തോണ്ട് ഓടിക്കും. So be careful about that. Where is Halima? Halima, please can you mute yourself? Can you unmute yourself and on your video, Halima? Halima, have you completed any notes? Halima, എന്തെങ്കിലും സയൻസ് സബ്ജക്റ്റിന്റെ നോട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടോ my dear? ഉണ്ടോ? എത്ര ലെസന്റെ നോട്ട് എനിക്ക് അയച്ചു തന്നു? ഫസ്റ്റ് ലെസന്റെ അയച്ചു തന്നിട്ടുള്ളൂ. This is the 6th lesson, you know? Next Tuesday you have science exam. Do you have note with you? Yes. ഉണ്ടോ? എവിടെയുണ്ട് മുത്തേ?
By Sunday, if you don't submit the note, you are not allowed to attend the exam. ഞാൻ നിന്നോട് കുറെ തവണ പറഞ്ഞു, നീ ഇതുവരെ അനുസരിച്ചിട്ടില്ല. But this is the last warning for you. If you don't submit the note by Sunday evening, you will be expelled from the exam class. Understand? Did you get my point? ആരൊക്കെ നോട്ട് കംപ്ലീറ്റ് ചെയ്ത് ഇപ്പം ഇത്രയും കംപ്ലീറ്റ് ചെയ്തേക്കുന്ന നോട്ടുകൾ, നിങ്ങളുടെ ലെസൺസ്, നിങ്ങളുടെ നോട്ടുകൾ കംപ്ലീറ്റ് ചെയ്ത് തന്നെ എനിക്ക് സബ്മിറ്റ് ചെയ്യാത്തവർ ആരും എക്സാം എഴുതത്തില്ല. നിങ്ങൾ ഫീസ് കംപ്ലീറ്റ് കൊടുത്തെങ്കിൽ പോലും നിങ്ങളെ പരീക്ഷയ്ക്ക് എത്തിയില്ലേ, അത് ഉറപ്പാ. ഓക്കെ, ശരിയൊന്നുമില്ല. എന്നോട് ഞാൻ കഴിഞ്ഞ തവണ അത്രമേല് പറഞ്ഞല്ലേ, നിനക്ക് എത്ര ഒട്ടും പേടിയില്ലല്ലോ ഹലിയമ്മ. ഇപ്പം കഴിഞ്ഞ ദിവസം സ്കൂളിൽ വന്നിട്ട് നീ ക്ലിയർ ആയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുമായിരുന്നല്ലോ, 1-2 തവണ പറയുമ്പോഴത്തേനും. ഇപ്പൊ വീട്ടിൽ വെറുതെ ഇരിക്കുന്നോണ്ടാണ് തോന്നുന്നല്ലേ എഴുതാൻ മടി. എനിവേ, എല്ലാ നോട്ട്സും നിനക്ക് നോട്ട്സ് ഇല്ലെങ്കിൽ ആരോടെങ്കിലും ചോദിച്ചിട്ട് അതിന്റെ നോട്ട്സ് നിനക്ക് ഇട്ടുതരാൻ പറയുക. എന്നിട്ട് നോട്ടിൽ ബുക്കിലേക്ക് എഴുതിയിട്ട് സബ്മിറ്റ് ചെയ്തിരിക്കണം ബൈ സൺഡേ. ഓക്കെ, ശരി. വാട്ട് ഇറ്റ് ഈസ് ജസ്റ്റ് ആസ്ക്. 5-ാം ഓണം വരില്ലേ പരീക്ഷയ്ക്ക്? അപ്പൊ അതിന്റെ നോട്ട് I will give. Today one more period is there, no? I will complete this lesson and I will give the notes. Okay? If I couldn't complete and couldn't give the notes, there will be no question from this lesson. That's all. അപ്പൊ മിസ്സേ ഇന്ന് നോട്ട് തന്നാൽ അപ്പൊ നോട്ടോട് എഴുതുമ്പോഴത്തേക്ക് കുറെ സമയം എടുക്കൂലേ? Next Tuesday only you have exam. Only one lesson is not enough to complete now. അപ്പൊ ഇന്ന് തന്നില്ലെങ്കിൽ അതുണ്ടാവൂല. നാളെ തൊട്ട് പൂജ വെപ്പല്ലേ? അയ്യോ, ആരാ പറഞ്ഞ ഈ പൂജ വെക്കുന്നത്? വിഷ്ണു. ശ്രീ വിഷ്ണുവേ, എന്താ മുത്തേ പൂജ വെപ്പ്? ഇതെല്ലാം കഴിയുമ്പോൾ പരീക്ഷ ആകുമ്പോഴത്തേനും പൂജ വെപ്പ് കഴിയോ? പൂജ എടുക്കുവോ നീയാ? അതെയാ, ആകെ 2 ദിവസം സമയം പഠിച്ചാൽ മതി. ഓക്കെ, ഇന്ന് നീ ബാക്കി 5 ലെസണും പഠിച്ചോളുക. പൂജ കഴിഞ്ഞിട്ട് തീർത്തു. ആ, ഓക്കെ, വെരി ഗുഡ് ബോയ്, ഗുഡ് ഗുഡ് ഗുഡ്. അങ്ങനെ എല്ലാരും ഒന്ന് പഠിച്ചു. പൂജ വെക്കുന്നവരൊക്കെ ഇന്ന് കംപ്ലീറ്റ് പഠിച്ചിട്ട് വെച്ചോ, പൂജ വെച്ചോ. Okay. Okay. If I didn't give the question answers, there will be no questions from this lesson. Otherwise, there will be. Okay. മനസ്സിലായില്ലേ കാര്യം പറഞ്ഞത്? Fastly. ഇനിയിപ്പോ 4 മിനിറ്റ് ഉള്ളൂ, നമുക്ക് വേണ്ടി ചെയ്യാം. So, during the formation of solution, the molecules of the solute or solvent remain the same. അത് നമ്മൾ ഒന്നെങ്കിൽ വെള്ളം ചൂടാക്കി അതിന്റെ വേപ്പറിലൂടെ നമുക്ക് എടുക്കാൻ പറ്റും, സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അല്ലെന്നൊരിക്കല് വേപ്പർ പുറത്തോട്ട് പോയിട്ട് ബാക്കിയുള്ളതിൽ നിന്ന് നമുക്ക് എടുക്കാൻ പറ്റും. The activity 7 is given. Experimental investigation to make a saturated solution. Add some sugar to water taken in the test tube and stir. The sugar dissolves. Add more and more sugar until no more sugar dissolves, no matter how much you stir. You now have a saturated solution of sugar in water. How many spoons of sugar will dissolve in a glass of water? Heat the test tube. Does more sugar now dissolve in the water? Try it with the salt. How many spoons of salt will dissolve in the glass of water? Does small salt dissolve in the water after heating the water? Try with the other substance that are soluble in water. Here one experiment is given. Just listen here. Here they asked to take 1 glass of water and add some sugar, stir it well, and we can find that all sugar will be dissolved in the water. Again add one more sugar, one more spoon of sugar, then stir it well. Again we can see that almost all the sugar has been dissolved. Again add like that 1 or 2 teaspoon again. അങ്ങനെ നമ്മൾ കുറച്ച് കൂടുതൽ ആഡ് ചെയ്തോണ്ടിരിക്കുക. ഫസ്റ്റ് ആഡ് ചെയ്യുമ്പോൾ നമ്മൾ ഇളക്കി കഴിയുമ്പോൾ അത് മിക്സ് ആയി ഡിസോൾവ് ആയി നമുക്ക് പിന്നെ ഷുഗർ കാണാൻ പറ്റില്ല. കുറെ കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ 2, 3, 4 സ്പൂൺ വീതം ആഡ് ചെയ്ത് കഴിയുമ്പോൾ ലാസ്റ്റിൽ പിന്നെ ഷുഗർ അതിനകത്ത് ഡിസോൾവ് ആകത്തില്ല, ഷുഗറായിട്ട് തന്നെ അതിനകത്ത് കിടക്കും. മനസ്സിലായോ? നിങ്ങൾ 1 സ്പൂൺ ഇട്ട് കഴിഞ്ഞാൽ അത് ഡിസോൾവ് ആകും, 2 സ്പൂൺ ഇട്ട് ഇറക്കിയാൽ ഡിസോൾവ് ആകും. ഇനി ഒരു 4-5 സ്പൂണുകൾ കൂടുതൽ ഇനി എക്സ്ട്രാ വീണ്ടും ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അത് പതിയെ ഡിസോൾവ് ആകാൻ തുടങ്ങുള്ളൂ. എനിക്ക് തോന്നുന്നു നിങ്ങൾ ലെമൺ ജ്യൂസ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവും അല്ലെ? ലെമൺ ജ്യൂസ് ഉണ്ടാക്കുമ്പോൾ ഫസ്റ്റ് നമ്മൾ അതിനകത്തോട്ട് ഷുഗർ ആഡ് ചെയ്യുമ്പോൾ അത് മുഴുവനും അതിനകത്ത് ഡിസോൾവ് ആകില്ല, കുറേ സമയം നമ്മൾ സ്റ്റെയർ ചെയ്യണം.
പിന്നെ നമ്മളൊരു കുറച്ചും കൂടെ അന്ന് പുളിപ്പ് തോന്നില്ല, പുളിപ്പ് പോലെ തോന്നി, പിന്നെ ആഡ് ചെയ്ത മുഴുവൻ ഷുഗറും അതിനകത്ത് ഡിസോൾവ് ആകും. ഒരു 2-3-4 സ്പൂൺ ഇട്ട് കഴിഞ്ഞാല് ഇല്ല, ഇറ്റ് വിൽ ടേക്ക് എ ലോങ് ടൈം ടു ഡിസോൾവ്. പിന്നെ കുറച്ച് സമയം കഴിഞ്ഞ് ഒന്നും അതിനകത്ത് ഡിസോൾവ് ആകില്ല, അങ്ങനെ തന്നെ കിടക്കും. ഒരു പരിധി കൂടുതൽ ഷുഗർ നമ്മൾ അതിനകത്ത് ഇട്ടാൽ, സോൾട്ട് ആണെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്, അത് അതിനകത്ത് ഡിസോൾവ് ആകില്ല. കാരണം ഓൾറെഡി there are molecules of water and sufficient sugar. ആവശ്യത്തിന് ഷുഗറിന്റെയും വെള്ളത്തിന്റെയും മോളിക്യൂൾസ് അതിനകത്ത് പിന്നെ ആവില്ല. മനസ്സിലായോ? നിങ്ങൾ അങ്ങനെ സൗണ്ട് വരുന്ന ഓക്കെ, അതിന് ഞാൻ മറ്റേ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തു തരാം കേട്ടോ. ഇവിടെ വേറൊരു മീറ്റിംഗ് നടക്കുന്നത്. ഓക്കെ, we will wind up the class. We will meet in the afternoon class. Okay, bye bye then. ക്ലാസ് ഗ്രൂപ്പിലോ ടീച്ചറിന്റെ പേഴ്സണലായിട്ടോ എങ്ങനെ വേണേലും ഇട്ടോ, കുഴപ്പമില്ല.